നിങ്ങൾക്കറിയാമോ, നമ്മൾ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ ശീലങ്ങളുടെ ഫലമാണ് ഇന്നത്തെ നമ്മുടെ ജീവിതം. ഒറ്റ രാത്രി കൊണ്ട് ആരും വിജയിക്കുന്നില്ല, ഒറ്റ രാത്രി കൊണ്ട് ആരും പരാജയപ്പെടുന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നുവോ അത് വർഷങ്ങളായി നിങ്ങൾ ചെയ്ത ചെറിയ ചെറിയ തീരുമാനങ്ങളുടെ ഫലമാണ്. അതായത് നിങ്ങളുടെ ദിവസേനയുള്ള ശീലങ്ങളുടെ. ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങളൊരു വലിയ വട്ടം വരയ്ക്കുക. അതിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ളതെല്ലാം എഴുതിവെക്കുക. നിങ്ങളുടെ കാറ്, വരുമാനം, വീട്, ലൈഫ് സ്റ്റൈൽ, വെക്കേഷന് പോകുന്ന സ്ഥലങ്ങൾ, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ. ഭൗതികമായതോ അല്ലാത്തതോ ആകട്ടെ, ഇപ്പോൾ നിങ്ങൾ സ്വന്തമാക്കിയതെല്ലാം അതിനുള്ളിൽ എഴുതുക. എന്നിട്ട് ആ വട്ടത്തിന് പുറത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടതും എന്നാൽ ഇല്ലാത്തതുമായ കാര്യങ്ങൾ എഴുതുക. ഒരുപക്ഷേ നിങ്ങളൊരു ഓൾട്ടോ ആയിരിക്കാം ഓടിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ഒരു BMW ആവാം. ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ വലിയ വീട് വേണം. നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണം, കൂടുതൽ വരുമാനം വേണം, മെച്ചപ്പെട്ട ലൈഫ് സ്റ്റൈൽ വേണം. അങ്ങനെയുള്ളതെല്ലാം ആ വട്ടത്തിന് പുറത്ത് എഴുതുക. ഇനി അതിലോട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ വട്ടമാണ് നിങ്ങളുടെ കംഫർട്ട് സോൺ. അതിനുള്ളിലുള്ളതെല്ലാം നിങ്ങൾ ഓൾറെഡി നേടിയെടുത്ത കാര്യങ്ങളാണ്. എന്നാൽ അതിന് പുറത്തുള്ളതെല്ലാം മീൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് നേടുക? നിങ്ങളുടെ കംഫർട്ട് സോണിന്റെ അതിരുകൾ വലുതാക്കിയേ മതിയാകൂ. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനുള്ളിലുണ്ടായിരുന്നെങ്കിൽ അത് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് വിജയത്തിനായുള്ള നമ്പർ 1 ശീലം വളരെ ലളിതമാണ് എന്ന് ഞാൻ പറയുന്നത്. എല്ലാ ദിവസവും നിങ്ങൾക്ക് കംഫർട്ട് അല്ലാത്ത ഒരു കാര്യം ചെയ്യുക. പേടിയാണ് ആളുകളെ പിന്നോട്ട് വലിക്കുന്നത്. തോൽക്കാനുള്ള പേടി, ഒഴിവാക്കപ്പെടുമെന്ന പേടി, അജ്ഞാതമായതിനെക്കുറിച്ചുള്ള പേടി, ചിലപ്പോൾ വിജയിക്കുമോ എന്ന പേടി പോലും. പക്ഷെ പേടിയുള്ളത് കംഫർട്ട് സോണിന് പുറത്താണ്. നമ്മൾ ശീലങ്ങളുടെ അടിമകളായതുകൊണ്ട് മിക്ക ആളുകളും ദിവസവും ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്ത് ഒരിടത്ത് കുടുങ്ങിക്കിടക്കും. എന്നാൽ നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളെ തന്നെ പുഷ് ചെയ്യുന്നത് ഒരു ശീലമാക്കുമ്പോൾ ഒരിക്കലല്ല, സ്ഥിരമായി നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. അത് നിങ്ങൾ ഇതുവരെ പോകാത്ത ഒരു ഇവന്റിൽ പങ്കെടുക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നതാവാം, സാധാരണ വായിക്കാത്തൊരു പുസ്തകം വായിക്കുന്നതാവാം, വീട്ടിലേക്ക് വേറൊരു വഴിയിലൂടെ പോയി പുതിയ കാഴ്ചകൾ കാണുന്നതാവാം, നിങ്ങൾ സാധാരണ ക്ലിക്ക് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നതാവാം. പക്ഷെ അത് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എത്ര ചെറുതാണെന്നുള്ളതൊരു വിഷയമല്ല, നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്തതിന്റെ അതിരുകൾ നിങ്ങൾ വലിച്ചു നീട്ടുന്നുണ്ടോ എന്നതാണ് പ്രധാനം. അതൊരു തവണയല്ല, 2 തവണയല്ല, 100 കണക്കിന് തവണ ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ വളരുന്നത്, അങ്ങനെയാണ് നിങ്ങൾ ഷാർപ്പായി നിൽക്കുന്നത്, വികസിക്കുന്നത്, വിജയിക്കുന്നത്. നിങ്ങൾ കംഫർട്ട് സോൺ ഭേദിച്ച് മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, പുതിയ ആളുകളെ കണ്ടുമുട്ടുന്നു, പുതിയ അവസരങ്ങൾ അൺലോക്ക് ചെയ്യുന്നു, നിങ്ങൾ പുതിയ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നു, പുതിയ ആശയങ്ങൾ തുടങ്ങുന്നു, എന്തിന് പുതിയ ബിസിനസ്സുകൾ പോലും തുടങ്ങുന്നു. നിങ്ങളെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് എല്ലാം തുടങ്ങുന്നത്. പേടിയെ ഒഴിവാക്കുകയല്ല, അതിലേക്ക് ചുവടുവയ്ക്കുകയാണ് വേണ്ടത്. തോൽവിക്ക് മുൻപിൽ ഓടിയൊളിക്കുന്നവരല്ല, മറിച്ച് ബുദ്ധിമുട്ടുകളിലേക്ക് ചാടിയിറങ്ങുന്നവരാണ് ജയിക്കുന്നത്. അതുകൊണ്ട് ഈ ശീലം ഇന്നു തന്നെ തുടങ്ങുക. നിങ്ങൾ സാധാരണ ചെയ്യാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്യുക. നിങ്ങളുടെ വയറ്റിലൊരു പിരിമുറുക്കമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യുക. നിങ്ങളെ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ആഴ്ചകളായി നിങ്ങൾ ചെയ്യുന്നതൊന്നും നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വളരുന്നില്ല എന്നാണ് അർത്ഥം. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്, നിങ്ങളുടെ കംഫർട്ട് സോണിന് തൊട്ടുപുറത്ത്.